ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഇതിൽ കുക്കിങ്ങും അതുപോലെ തന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നത്തെയും പോലെ ഇന്നും വീക്കെൻഡിലൊരു വ്ളോഗാണ്. എപ്പോഴും വീക്ക് ഡേയ്സിലൊക്കെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ആ ഒരു സ്കൂളിൽ പോക്കും തിക്കും തിരക്കൊക്കെ ആകുമ്പോൾ മിക്ക ദിവസങ്ങളിൽ നടക്കാറില്ല. അപ്പം നമ്മൾ സ്ഥിരം സ്പോട്ടിൽ നിന്നൊരു ചായ കുടിച്ചിട്ട് 8 o'clock ആകുമ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. വേറെ എവിടെയില്ല കേട്ടോ, ഖത്താറിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് കാക്ക് കൊളീഗ്സ് എല്ലാം കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഈവനിങ്ങിൽ. അപ്പം എന്തായാലും ആ ഒരു സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വീക്കെൻഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാനും. കാരണം വീക്ക് ഡേയ്സിൽ ഇറങ്ങൽ കുറവാണ്. ഇറങ്ങില്ല എന്നല്ല, അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിലാണ് പുറത്തിറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ അങ്ങനെ ഇട്ട് ഇറങ്ങാം. ചിലപ്പോൾ തേഴ്സ്ഡേ ഒക്കെ മടി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ചെയ്യും. രസമായിരുന്നു കേട്ടോ. ഈ ഒരു മോർണിംഗ് ടൈമിൽ ഇറങ്ങിയപ്പം നല്ല കിളികളെ സൗണ്ടൊക്കെ ആയിട്ട്, പിന്നെ വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ ഓരോ ഭാഗത്തായിട്ട് ആഡിനുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗം കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്ത്, ഇവിടെ ഖത്താറിൽ എപ്പോഴും വരാറുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഈവനിങ് അല്ല നൈറ്റൊക്കെയാണ് വരാറ്. ഏഷ്യൻ കപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ വേൾഡ് കപ്പിന്റെ സമയത്തുള്ള പോലെ ഫ്ലാഗൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരുവിധം എല്ലാവരുടെയും മെയിൻ സ്പോട്ടായിട്ടുള്ളതാ ഈ ഒരു ഭാഗത്തേക്ക് പോയി. അവിടെ ചെറിയ രീതിയിൽ, വലിയ കാര്യമില്ലെങ്കിലും ചെറുതായിട്ടൊരു ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരാൾ നിന്നിട്ട് ഈ ഒരു വാട്ടറൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് സെക്കൻഡ് ടൈമായിട്ട് വരുന്നത്. മുന്നേ ഖത്താറ് വരുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറാൻ പറ്റാറില്ല. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നൈറ്റ് ആവും അല്ലെങ്കിൽ ഈവനിങ് ആവും വരാറ്. അപ്പോഴേക്കും ആകെ ഇരുട്ടായിട്ടുണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ പിന്നെ കയറാൻ പറ്റാറില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് തിരിച്ച്, കാരണം ഇന്ന് പള്ളി ഉണ്ടല്ലോ, പള്ളി പോകേണ്ട ദിവസമായതുകൊണ്ട് തന്നെ പിന്നെ വേഗം റൂമിലേക്ക് പോയി. അപ്പം എന്തായാലും ഫുഡ് ഉച്ചക്കൊക്കെ ഉള്ളത് റൂമിൽ പോയിട്ട് ആക്കാമെന്ന് വിചാരിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നിട്ടോ വിചാരിച്ചത്. നെയ്ച്ചോറ് പിന്നെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വേഗം കഴിയൂട്ടോ പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി ക്ലീൻ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കന് തലേന്ന് തന്നെ ഞാൻ നമ്മളുടെ കറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും അതിൽ കൂടെ കുറച്ചും കൂടെ മസാല പുരട്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് കുക്കറിൽ നെയ്ച്ചോറ് വെക്കാമെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഞാനെപ്പോഴും നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഗീ ഉണ്ടല്ലോ, അപ്പോൾ അതും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് വെക്കാറ്. അപ്പോൾ ഒന്നും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെ ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഗീയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കറുവപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക, അങ്ങനത്തെ സ്പൈസസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒനിയനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ ക്യാരറ്റും കൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവാറുണ്ട് നെയ്ച്ചോറിന്. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ, അപ്പോൾ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് തിളച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതങ്ങനെ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്ന സമയത്ത് നമ്മളുടെ കുക്കറിൻ്റെ വിസിലുണ്ടല്ലോ, അത് ഊരിയിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ഈ ഒരു എയർ ഇങ്ങനെ പുറത്ത് വരുമല്ലോ, ഈ ഒരു സമയത്ത് നമുക്ക് വിസിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
പിന്നെ ഇത് ആ ഒരു സമയം കൊണ്ട് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച്. പിന്നെ ഇക്ക മോനും പള്ളി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. മോള് നല്ല കളിയിലാണ്. ആ സമയം കൊണ്ട് തന്നെ പരിപ്പ് കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു ദിവസം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പരിപ്പ് കറി ഏകദേശം റെഡിയായി. ഇനി ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കണം. അതുപോലെ നമ്മുടെ നെയ്ച്ചോറിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് ബാക്കി ഉണ്ടായപ്പോൾ അതും വെച്ചിട്ടൊരു സാലഡ് ആക്കിയിട്ട് ആ സമയം കൊണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ കുക്കറിൽ വെച്ചിട്ടുള്ള ചോറാണിത്. ഫുഡ് കഴിക്കാൻ നേരമായിട്ടൊക്കെ പള്ളിയിലൊക്കെ പോയി വന്ന് അപ്പോൾ കണ്ടില്ലേ നല്ല അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു ഫ്രണ്ട് വിളിച്ചത് കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മോനും എൻ്റെ മോനും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ക്ലാസ്സൊക്കെ ഇങ്ങനെ മാറിയപ്പം വേറെ വേറെ ക്ലാസ്സിലേക്കായി. എന്നാലും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രസത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഇതിലാണ് ഞങ്ങളും അത്രയും ഫ്രണ്ട്സ് ആയത്. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ മക്കൾസിനായിട്ട് വീക്കെൻഡിലൊക്കെ ഇങ്ങനെ കൂടാറുണ്ട്. ലാസ്റ്റ് 2 weeks ആയിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യണ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെക്കാളും പ്ലാനിങ് അവരായിരിക്കും. സ്കൂളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈവനിങ് വിളിച്ചിട്ട് അവൾ വാ പുറത്ത് പോകാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങി. പിന്നെ ഇക്കാക്ക് ഞാൻ പറഞ്ഞല്ലോ കൊളീഗ്സിൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇക്ക പോയി കഴിഞ്ഞാൽ പിന്നെ റൂമിൽ ഒറ്റക്കായതുകൊണ്ട് പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് ഇക്ക ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തവിടെ സൂക്കിൽ കണ്ടു പോയത്. അവിടെ കുറച്ച് നേരം ഒന്ന് കളിക്കാനായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് മക്കൾക്കൊരു പാർക്കുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവരോട് നിന്ന് കളിച്ച് അതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനായിട്ട് സൂക്കിനുള്ളിലുള്ള ധനാത്തൽ ബഹർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവിടെ ഫിഷാണ് കേട്ടോ മെയിൻ. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടിയിരിക്കും ഖത്തറിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ അത്. ഇവരുടെ ഒരു ബ്രാഞ്ച് വക്രയിലും ഉണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിൾ ബുക്ക് ചെയ്ത് അതിനുശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് പറയാം. ഞങ്ങൾ ചെമ്മീനും അതുപോലെ തന്നെ വേറൊരു ഫിഷ് ഇട്ട പേര് ശരിക്കും ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ അത് രണ്ടാണ് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടേബിൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആവുന്നതിനനുസരിച്ചിട്ട് അവർ നമ്മളെ പേര് വിളിക്കും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്ന്, എന്നാലും അവർ വിളിച്ചേ വേഗം തന്നെ. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു വിൻ്റർ സീസൺ സ്റ്റാർട്ടായിട്ട് അന്നത്തെ ദിവസമാണ് എനിക്ക് ഇത്ര തണുപ്പ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോറിലാണ് ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മക്കളാണ് ശരിക്കും ഈ ഒരു ടൈം എൻജോയ് ചെയ്യാറ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. പിന്നെ ഇക്ക് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് അവളൊക്കെയാണ് റൂമിൽ ഡ്രോപ്പ് ചെയ്ത് തന്നെ. പിന്നെ അങ്ങനെ റൂമിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ന്യൂ വ്യൂവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.